കേരളം ഈ വർഷം കണ്ട ഏറ്റവും ദയനീയമായ ഒരു ചിത്രമാണ് വയനാട് ദുരന്തം. അത് പ്രധാനമന്ത്രി വന്ന് അവിടെയൊക്കെ സന്ദർശിച്ച ആളുകളെ ആശ്വസിപ്പിച്ച് കണ്ണീർ വാർത്തു പോയി. ഒരു പൈസ കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഒരു പൈസ അധിക ധനസഹായമായി കിട്ടിയിട്ടില്ല. നോക്കൂ, ഉത്തരാഖണ്ഡിൽ ദുരന്തമുണ്ടായപ്പോൾ അന്നത്തെ സർക്കാർ ആ പ്രളയ ദുരന്തമുണ്ടായ പിറ്റേന്ന് 100 കോടി രൂപ അടിയന്തര ധനസഹായം അനുവദിച്ചു. കേരളത്തിന് എന്ത് കിട്ടി? എന്നിട്ട് ആ പാർട്ടിയുടെ വക്താവായി വന്ന് ഈ പാലക്കാട്ടെ ജനങ്ങളോട് എങ്ങനെയാണ് വോട്ട് ചോദിക്കാൻ കഴിയുക? ഇല്ല, ഒരു പറയാൻ പ്രധാനമന്ത്രി വന്നു, സന്ദർശിച്ചു. ഈ കള്ളന്മാരുടെ കയ്യിൽ പണം കൊടുക്കാൻ പ്രധാനമന്ത്രിക്ക് വിശ്വാസമില്ല. കൊള്ള പിന്നെ ആരുടെ കൊടുക്കും? ആർക്ക് കൊടുക്കും? ആർക്ക് കൊടുക്കും? പിന്നെ എന്ത് ചെയ്യും? പിന്നെ ആർക്ക് കൊടുക്കും? കൊള്ളക്കാരാണെന്ന് പറഞ്ഞാൽ മതി. വയനാട്ടിലെ ദുരന്ത ബാധിതർ കൊള്ളക്കാരാണെന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ മതി. പറഞ്ഞാൽ മതി. അത് പിണറായി വിജയനും PD സതീശനും ഒരു അമ്മ വെച്ച 2 മക്കളാണ്. അത് സുരേന്ദ്രനാണ്. നിങ്ങൾ സുരേന്ദ്രനാണ്. PD സതീശനാണ് പിണറായി വിജയന്റെ ഐശ്വര്യം. അതുകൊണ്ട് ഇവര് പണം കൊടുത്ത പങ്കെടുക്കണം, കണക്ക് കൊടുക്കട്ടെ. ആദ്യം അല്ല കൊടുത്തില്ല, ഒരു പൈസ കൊടുത്തിട്ടില്ലല്ലോ. ആദ്യം ഏത് കണക്കാ കൊടുക്കണ്ടേ? നരേന്ദ്രമോദി ഏത് കണക്കാ കൊടുക്കണ്ടേ? ശരിക്കും മീഡിയ വണ്ടിന്റെ അക്കൗണ്ട് തരില്ല. നരേന്ദ്രമോദി സർക്കാർ ഒരു പോലും കൊടുത്തില്ല. ഒരു രൂപ പോലും കൊടുത്തില്ല. എവിടെ പൈസ കൊടുത്ത? എവിടെയാ ആ കണക്ക് പോലും കൊടുത്തില്ല. നരേന്ദ്രമോദി സർക്കാർ ഇതിനു മുമ്പ് കൊടുത്ത ഒരു നിമിഷം. നരേന്ദ്രമോദി സർക്കാർ ഇതിനു മുമ്പ് കേരളത്തിന് വേണ്ടി കൊടുത്ത ഫണ്ടുകൾ, ദുരിതാശ്വാസ ഫണ്ടുകൾക്ക് ഒന്ന് ശരിയായ കണക്ക് കൊടുത്തിട്ടില്ല. എന്താ ഈ കണക്ക് കൊടുക്കാത്തതുകൊണ്ടാണോ ഈ SDRF-ലേക്ക് കഴിഞ്ഞ ദിവസം തുക അനുവദിച്ചത്? ആ കണക്ക് കൊടുക്കാൻ പിന്നെ എങ്ങനെ തുക അനുവദിക്കുക? എന്നെ പറയാ, കണക്ക് കൊടുത്തില്ല. നരേന്ദ്രമോദി ഇന്ത്യ ലോകത്തിൽ ആരാധകനായ ലോക നേതാവാണ്. നരേന്ദ്രമോദിയെ കേരളത്തിലെ വയനാട് ദുരന്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇനിയും ചെയ്യാൻ സമയമുണ്ട്. ഈ ഇലക്ഷൻ കഴിയുന്നവരാണല്ലോ ഈ പാട്ട്. PD സതീശനും ഒരമ്മ വെച്ച 2 മക്കളും കൂടിയിട്ട് യോജിപ്പാണല്ലോ. BJPയെ തോൽപ്പിക്കാൻ വലിയ രസമാണ്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. 50 കൊല്ലത്തേക്ക് ആ കട്ടിൽ കണ്ട് നമ്മളെ 50 കൊല്ലത്തേക്ക് ഇവിടെ ദുരന്തമുണ്ടായ പൈസ കിട്ടില്ല എന്നാണോ? എന്തെങ്കിലും ദുരന്തമുണ്ടായ പൈസ കിട്ടില്ല എന്നാണോ പറയുന്നത്? അതിന് മറുപടി പറയൂ പ്ലീസ്. ഈ പാലക്കാട് ഒരു ദുരന്തം ഉണ്ടായാലും ശിവരായിട്ട് ഇതേ നിലപാടാണോ നിങ്ങൾ ചോദ്യം? പാലക്കാട് ജനങ്ങൾക്ക് ഒരു ദുരന്തം ഉണ്ടായാലും ഇങ്ങനെ നിലപാടെടുക്കോ? ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം നോക്കൂ. ഇവിടെ ശിവരാജേട്ടൻ പറഞ്ഞത് നരേന്ദ്രമോദിക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ സൗകര്യമില്ല എന്ന്. ശിവരാജേട്ടൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BJP കേന്ദ്ര കമ്മിറ്റി ഓഫീസിലെ ഫണ്ടല്ല ചോദിച്ചത്. ഞങ്ങളൊക്കെ ഒരു ചായ കുടിക്കുമ്പോ പോലും കൊടുക്കുന്ന നികുതി പണത്തിൽ കേന്ദ്രം കൊണ്ടുപോകുന്ന പണത്തിന്റെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ചോദിച്ചത്. BJP കേന്ദ്ര കമ്മിറ്റി ഓഫീസിലെ ഫണ്ട് എടുത്ത് തരണ്ട, ആ ഔദാര്യമല്ല ചോദിച്ചത്. ഞങ്ങളുടെ കേരളത്തിലെ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ദുരന്തബാധിതരായ ജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശത്തെ പരിഗണിക്കുന്ന BJPക്ക് പാലക്കാട്ട് ജനം വോട്ട് കൊടുക്കുക. നാളെ ഈ പാലക്കാട് ഒരു ദുരന്തം ഉണ്ടായാലും ഇതന്നെയല്ലേ നിങ്ങളുടെ പാർട്ടി നിലപാടെടുക്കുക? നരേന്ദ്രമോദി അല്ല, ഇതിങ്ങനെ ശരിക്കറിയാം. നരേന്ദ്രമോദി പാലക്കാട് നഗരസഭയ്ക്ക് ഇവിടെ ആരോ പറയും വികസനമില്ല. പാലക്കാട് നഗരസഭയ്ക്ക് കഴിഞ്ഞ 2017 ശേഷം ഞാൻ കഴിഞ്ഞ കുറേ കാലമായി കൗൺസിലറാണ്. 2014 മുതൽ ഈ 24 വരെ 300 കോടി രൂപയോളം പാലക്കാട് നഗരസഭാ വികസനത്തിന് വേണ്ടി. അതാണ് റോഡെല്ലാം നോക്കി അടിപൊളി റോഡാണല്ലോ. ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലില്ല. ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലില്ല. ആ 300 കോടി എന്തിന് ചെലവഴിച്ചു അത് പറയൂ. സത്യത്തിലേ കേരളത്തിലെ കുടിവെള്ളക്ഷാമമില്ലാത്ത ഏക മുനിസിപ്പാലിറ്റി പാലക്കാട് നഗരസഭയാ. ഒരു മാലിന്യ പ്ലാന്റ്. ശരി